ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ലെയർ കുർത്തിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ജോർജറ്റിൻ്റെ ഒരു സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 3 ലെയറിൽ വരുന്ന ഒരു കുർത്തിയാണ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് അതിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ആ ഒരു മെറ്റീരിയൽ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വരച്ച് മാർക്ക് ചെയ്യാം. ഈ ഒരു കുർത്തിക്ക് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 44 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൽ 14 ഇഞ്ച് നമ്മൾ യോക്കിൽ വരും. അപ്പോൾ അതിന് സീം അലവൻസ് അടക്കമാണ് 15 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ കൈക്കുഴിയും 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് വരച്ചു കൊടുത്ത് ബോക്സാക്കി മാറ്റുന്നുണ്ട്. അടുത്തായിട്ട് ഇനി ചെസ്റ്റ് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. താഴെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പോയിൻറ്റുകൾ തമ്മിലൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം. ആം ഹോൾ നമുക്ക് ആം ഹോൾ കർവ് വെച്ചൊന്ന് വരച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ടാപ്പിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചാലും മതി. ഇപ്പോൾ ഇവിടെ കർവ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കർവ് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്റർ നമ്മൾ ചെറിയൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് മുകളിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുക. അതിനായിട്ട് മെയിൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെട്ടി വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു തുണി കൂടുതൽ വെക്കുന്നുണ്ട്. കാരണം തുണി നീങ്ങിപ്പോകുന്ന തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കൂടുതലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെയും നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അതിനായിട്ട് തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പഫ് മുകളിൽ കൊടുക്കുന്നുണ്ട്, താഴെ ഇലാസ്റ്റിക്കും സ്ലീവിന്. അപ്പോൾ ഒരു 10 ഇഞ്ചിൽ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയ ശേഷം വിഡ്ത്താണ് 10 ഇഞ്ച് പറഞ്ഞത്. അത് കഴിഞ്ഞ് ലെങ്ത്ത് നമ്മൾ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് വളച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി താഴെ കൈയിൻ്റെ വണ്ണം 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലും 1.5 ഇഞ്ച് സീം അലവൻസ് താഴേക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചെറിയൊരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2.5 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് ഫ്രണ്ട് നെക്കിന് നമ്മൾ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് റൗണ്ട് നെക്കാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിലും നമ്മളിതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് നെക്കിന് നമ്മൾ 2.5 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ച് റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 നെക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോത്തിലേക്ക് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 3 ലെയറാണ് താഴേക്ക്, യോക്കിൻ്റെ താഴേക്ക് 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി നമ്മൾ മടക്കി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന അളവ് ഞാൻ പറയാം. അതിനനുസരിച്ചാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. ഓരോ ലെയറിനും നമ്മൾ 11 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ലെയറും ഫ്രില്ലിട്ട് കൊടുക്കുന്നതുള്ളതുകൊണ്ട് യോക്കിൻ്റെ ഈ ഒരു ലെങ്ത്ത് നോക്കുന്നുണ്ട്. ഈ വേസ്റ്റിൻ്റെ ഭാഗം വരെ നമുക്ക് 21 ഇഞ്ചാണ് കിട്ടുന്നത്.
ആ 21 ഇഞ്ചിനോട് കൂടി നമ്മൾ 30 ഇഞ്ച് വീതം കൂട്ടിക്കൊടുത്താണ് ഓരോ ലെയറും കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാരി ആയതുകൊണ്ട് ഒരുപാട് തുണി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 30 ഇഞ്ച് വീതം കൂട്ടിക്കൊടുക്കുന്നത്. തുണി കുറവാണെങ്കിൽ നമുക്ക് 20 ഇഞ്ചൊക്കെ കൂട്ടിക്കൊടുത്താൽ മതി. പക്ഷെ ഇപ്പോൾ നമ്മൾ 21നോട് 30 ആഡ് ചെയ്തിട്ട് 51 ഇഞ്ചിലാണ് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ 51നോട് വീണ്ടും ഒരു 30 കൂട്ടിയിട്ട് 81 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ മൂന്നാമത്തെ ലെയർ 81നോട് ഒരു 30 കൂടി കൂട്ടിയിട്ട് 111 ഇഞ്ചസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 3 ലെയർ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.